ഹായ് ഫ്രണ്ട്സ്, പുഷ്പ ദ റൂൾ തെക്കേതിലെ സെക്കൻഡ് മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. തമിഴിലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. മലയാളത്തിൽ കാണുന്നതിനെക്കാട്ടിലും തമിഴിൽ കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എന്തായാലും അണ്ണൻ ഫസ്റ്റ് പാർട്ടിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അല്ലു അർജുൻ അങ്ങനെ ഉള്ള സംഭവം പിടിക്കാത്തതാണ്. എല്ലാറ്റിലും ഒരു നല്ല ടിപ്പ് ടോപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പുള്ളി ഈ ഒരു സംഭവത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ ആയാലും നല്ലൊരു പവർഫുൾ വില്ലനായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. ഫാഫയുടെ വെറൈറ്റി ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിൽ തന്നെയാണ്. അടിപൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ ആയാലും ആ കണ്ണിലെ ആ ഒരു സംഭവങ്ങളായാലും ഒരു ഹീറോയിനെക്കാട്ടിലും ആ ഒരു ക്യാരക്ടറിനോട് കൂടുതൽ നീതി പുലർത്തിയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഫഹദ് ഫാസിൽ തന്നെയാണ്. അത് ഒരു രസമാണ് അത് കണ്ടിരിക്കാൻ. പുള്ളിയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും പുള്ളിയുടെ ഫീലിങ്സ് നമ്മൾ പുള്ളിയുടെ കണ്ണിൽ അറിയാൻ പറ്റും. അതായിരുന്നു പുഷ്പ 1 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ. അടിപൊളിയായിട്ട് നല്ല വൈൽഡായിട്ട് പല ക്യാരക്ടറും വരുന്നു. പിന്നെ ഒരുപാട് ലോജിക്കൊന്നും വെച്ചിട്ട് കാണാൻ പറ്റിയ ഒരു സാധനമൊന്നുമല്ല. അങ്ങനെയാണല്ലോ തെലുങ്കിലുള്ള ഏകദേശം എല്ലാ മാസ് എൻ്റർടൈനിങ് മൂവീസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് സൂര്യണ്ണൻ്റെ ഈ ഒരു സംഭവം ഇറങ്ങി, കങ്കുവ ഇറങ്ങി. അതിൽ സൗണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഇതിൽ സൗണ്ട് ഉണ്ടാവില്ലായിരിക്കും. എൻ്റെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഓരോ പടത്തിനും ഓരോ ഡിഫറൻസ് ഉണ്ടാവും. പുഷ്പ 1 അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള മൂവിയാണിത്. നിലവിളിയും ബഹളവും എല്ലാ സംഭവവും ഉണ്ടാവും. അതുപോലെ BGM ആയാലും അങ്ങനെ തന്നെയാണ്. DSP തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. DSP ഒരുപാട് അങ്ങോട്ട് താത്തിക്കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കങ്കുവ റിലീസായതിനു ശേഷം. എനിക്ക് മനസ്സിലായിട്ടില്ല, അത്രയ്ക്കൊന്നും മോശമായിട്ട് എനിക്ക് തോന്നിയില്ല സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും ആ ഒരു കാര്യം വിടാം, നമുക്ക് ട്രെയിലറിലേക്ക് കടക്കാം. എങ്ങനെയുണ്ട് ഇവര് എന്താണ് പടച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം ഈ ട്രെയിലറിൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. सुकुमार नाम छोटा है लेकिन साउंड बहुत बड़ा है. സൗണ്ട് എന്താവും പൊണ്ടാട്ടി പെറ്റ പുരുഷൻ കേട്ടാ എന്നാകുന്നെ ഉടകം പാക്കും. ചെക്കൻ பாட்டு இருக்கு புஷ்பா, பாட்டு இருக்கு. அவனுக்கு வர வேண்டிய பைசா அண்ணானாலும் அரே அண்ணானாலும் 7 மலைக்கு மேல இருந்தாலும் 7 கடலை தாண்டி இருந்தாலும் போய் அதை எடுத்துக்குவான். ஏன்னா புஷ்பா காசு அவனோடது. புஷ்பா நான் நேஷனல் நினைச்சியா? இன்டர்நேஷனல். എങ്ങനെയുണ്ട്? സൗണ്ടിൻ്റെ കാര്യം ട്രെയിലറിൽ വരെ പറയുന്നുണ്ട്. അപ്പോൾ എത്ര സൗണ്ട് ഉണ്ടാവും എന്നുള്ളത് ഇനിയിപ്പോൾ സൗണ്ട് വെച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകൾ ഇപ്പോൾ സൗണ്ട് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ സൗണ്ട് കുറയ്ക്കാനൊന്നും പറയരുത്. തിയേറ്ററിൽ പോയിട്ട്
ഈ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പടം എന്തായാലും കലക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. വണ്ണിനെക്കാട്ടിലും നല്ല രീതിക്ക് വൈഡായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. വണ്ണിലൊരു ചെറിയൊരു ഭാഗം കാണിച്ച് ഇത് സെക്കൻഡ് പാർട്ടിൽ അങ്ങോട്ട് വൈഡാക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വൈൽഡ് ഫയറായി ആ ഒരു സംഭവം നേരത്തെ ഉള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ അവർ ചെയ്തിരിക്കുന്നതും ഓരോ കട്ട്സ് ഇട്ടിട്ടുള്ളതായാലും ട്രെയിലറിൽ തന്നെ അത്രയ്ക്കും നീതി പുലർത്തിയിട്ടുണ്ട്. ഓരോ സീക്വൻസും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ പാർട്ടി ഇല്ലേ പുഷ്പ എന്ന് ചോദിക്കുന്ന ഫഹദ് ഇതിൽ പാർട്ടി ഇരിക്ക് പുഷ്പ എന്നാണ് പറയുന്നത്. അന്ന് പുഷ്പയുടെ നിന്ന് പണി കിട്ടിയിട്ട് പോയിട്ട് ഇപ്പോൾ തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ ഫഫ അണ്ണൻ. എന്താണത് ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വരവൊക്കെ കണ്ടില്ലേ? എന്താ സാധനം. ഫഹദ് ഫാസിലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ശരീരമൊക്കെ വളരെ ചെറുതായിരിക്കും, പക്ഷെ ആ ക്യാരക്ടർ പുള്ളി എത്രത്തോളം ജെന്യുവനായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളി സ്ക്രീനിൽ ചിലപ്പോൾ കാൽഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു കാൽഭാഗത്തിൽ ഇരുന്നിട്ട് പുള്ളി ഡോമിനേറ്റ് ചെയ്യുന്ന രീതി ഭയങ്കരമാണ്. അത് ഭയങ്കര ഗംഭീരമായിട്ട് പുള്ളി ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിക്രമിൽ പറയുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ മറ്റേ ആളെ ചവിട്ടുന്നൊരു സീനുണ്ട്. ഇൻഫർമേഷൻ മര്യാദയ്ക്ക് പറയാത്ത ആളെ പിടിച്ച് ചവിട്ടി ആ വണ്ടർ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ചവിട്ടുന്നൊരു സീനുണ്ട്. അതുപോലെ ഇതിൽ പുഷ്പ 1 മറ്റേ തിരക്കായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറയാം. ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വെടിവെച്ച് ഓരോന്നിനും കൊന്ന് ഇത്തിരിയും കൂടി അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സംഭവം, ശരിക്കും അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് ആൾക്കാരെ സിമ്പിളായിട്ട് കൊന്നെടുക്കുന്ന ഒരു സാധനം, ആ ഒരു വൈൽഡ്നെസ്, ആ ഒരു സാധനം പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വില്ലൻ എന്നുള്ളൊരു 100% ഒരു വില്ലൻ എന്നുള്ളൊരു സാധനം നമുക്ക് ഫീൽ കിട്ടും. കാണുമ്പോൾ തന്നെ അത് തോന്നും, ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതാണ് ഫഹദ് ഫാസിൽ. ഇതിലിപ്പോൾ എനിക്ക് അല്ലു അർജുനേക്കാളിലും ശരിക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒരു പെർഫോമൻസ് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത്രത്തോളം നന്നായിരിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട് ഇത് പറയുന്നതിൽ. അതാണ് സംഭവം. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷിക്കാവുന്നതിലും മേലെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇങ്ങനെയുള്ള സിനിമകൾക്ക് പോവാതിരിക്കുകയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അതിഗംഭീരം എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. ഇതിലങ്ങനെ പെടേണ്ടി വരില്ലായിരിക്കും. എന്താ വെച്ചാൽ പുഷ്പ 1 ആ ഒരു രീതിയിൽ ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇത്രത്തോളം അത് വിജയിക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിക്ക് തന്നെ അത് റീച്ചായി. പുഷ്പ എന്ന് പറയുന്നത് ശരിക്കൊരു ബ്രാൻഡ് തന്നെ ആയി. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ മേഖലയിലും ഇപ്പോൾ ട്രോൾസ് ആണെങ്കിൽ ട്രോൾസ്, മീംസ് ആണെങ്കിൽ മീംസ്, ഇതിലെല്ലാറ്റിലും പുള്ളി കയറി അങ്ങോട്ട് വിളയാടുക ചെയ്തത് പുഷ്പ എന്ന് പറയുന്നത്. ഓരോ സംഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. ആ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പിൽ ശ്രീവല്ലി, അതിൻ്റെയൊക്കെ എഡിറ്റഡ് വീഡിയോ ഒരുപാട് ഇറങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിക്ക് ഹൈപ്പ് കിട്ടിയ ഒരു മൂവി തന്നെയാണ് പുഷ്പ. ഇനി പുഷ്പ 2 എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.